മലയാളം വെബ് ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബെഡ്റൂമിൽ ബെഡിന്റെ സ്ഥാനം എവിടെയായിരിക്കണം, നീലക്കണ്ണാടി എന്തിന് തുടങ്ങിയ കാര്യങ്ങളിൽ പലർക്കും സംശയമുണ്ടാകാറുണ്ട്. അതിനെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു ശാസ്ത്രത്തെ ബഹുമാനിക്കലാണത്. ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലും വീട് വയ്ക്കുമ്പോൾ വാസ്തുശാസ്ത്രം നോക്കുന്നത് പതിവാണ്. വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ ഓരോ വസ്തുക്കളുടെയും സ്ഥാനങ്ങൾ കൃത്യമായിരിക്കണമെന്ന നിർബന്ധം വാസ്തുവിലുണ്ട്. അത് വീടിൻ്റെ മാത്രമല്ല, അതിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിൻ്റെയും ഒരു ക്രമപ്പെടുത്തലാണെന്നാണ് വിദഗ്ധർ. വീട്ടിൽ നിറഞ്ഞു നിൽക്കേണ്ട പോസിറ്റീവ് ഊർജത്തെ ആധാരമാക്കിയാണ് വാസ്തുവിലെ ഓരോ നിയമങ്ങളും പറയുന്നത്. ഊൺമുറിയിൽ ഇരിപ്പിടങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കണമെന്നും ഇത് ഏകാന്തത ഇല്ലാതാക്കി മനസ്സിന് ഉന്മേഷം പകരാൻ സഹായിക്കുമെന്നുമാണ് വാസ്തു പറയുന്നത്. പൂമുഖവാതിൽ എവിടെ വേണമെന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. പ്രധാന വാതിൽ വടക്കോട്ടോ കിഴക്കോട്ടോ അഭിമുഖമായിരിക്കുന്നത് വീടിനുള്ളിൽ നല്ല ഊർജത്തെ ക്ഷണിച്ചു വരുത്തുമെന്നും വാസ്തു പറയുന്നു. പ്രധാന വാതിലിനോട് ചേർന്നായിരിക്കരുത് കുളിമുറിയുടെ വാതിൽ എന്നും വാസ്തു പറയുന്നുണ്ട്. കുളിമുറിയും പ്രധാന വാതിലും അടുത്തു വരുന്നത് സമ്പൽ സൗഭാഗ്യങ്ങളെ കഴുകിക്കളയുന്ന തുല്യമാണെന്നാണ് കരുതുന്നത്. ബെഡ്റൂമിൽ കിടക്ക ഒരിക്കലും ബീമിന് കീഴിലോ അല്ലെങ്കിൽ മേൽക്കൂരയുടെ ചുവരിന് താഴെയോ ഇടാൻ പാടില്ല. അതോടൊപ്പം കിടക്കയുടെ നേരെ നീലക്കണ്ണാടി വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ആ രീതിയിൽ ബെഡ്റൂമിൽ നീലക്കണ്ണാടി വയ്ക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും വാസ്തു പറയുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.